ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും വാനോളം പുകഴ്ത്തി കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് 1990-കളിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൽ.കെ. അദ്വാനിക്കൊപ്പം തറയിൽ ഇരിക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ്. സ്വയം സേവകരും ബി.ജെ.പി പ്രവർത്തകരും നേതാക്കളുടെ കാൽക്കൽ നിലത്തിരുന്ന് പിന്നീട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആകുന്ന രീതിയാണ് ചിത്രത്തിൽ കാണുന്നതെന്ന് ദിഗ്വിജയ് സിംഗ് പോസ്റ്റിൽ പറയുന്നു. ഇതാണ് സംഘടനയുടെ ശക്തി എന്ന് പരാമർശിക്കുന്ന ദിഗ്വിജയ് സിംഗ് സിയാറാമെന്നും എക്സിൽ കുറിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, ഇപ്പോൾ ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും വാനോളം പുകഴ്ത്തിയാണ് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? 1990-കളിൽ തൊണ്ണൂറുകളിലെ ഒരു ചിത്രമാണ് ഈ ദിഗ്വിജയ് സിംഗ് എക്സ് പോസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൽ.കെ. അദ്വാനിക്ക് ഒപ്പം തറയിലിരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ്. ശങ്കർ സിംഗ് വഗേല മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു സമയത്തെടുത്ത ചിത്രമാണെന്ന് കരുതുന്നു. അപ്പോൾ ബി.ജെ.പിയും ആർ.എസ്.എസിനെയും വാനോളം പുകഴ്ത്തിയാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഈ ചിത്രം താൻ ക്വാറ സൈറ്റിൽ കണ്ടതാണ് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് തുടങ്ങുന്നത്. ആർ.എസ്.എസിന്റെ താഴെത്തട്ടിൽ ഉള്ള സ്വയംസേവകരും ജനസംഘം ബി.ജെ.പി പ്രവർത്തകരും നേതാക്കളുടെ കാൽക്കൽ നിലത്തിരുന്ന് പിന്നീട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആവുന്ന രീതിയാണ് ഇതിൽ കാണുന്നത് എന്ന് ദിഗ്വിജയ് സിംഗ് പറയുന്നു. ഇതാണ് സംഘടനയുടെ ശക്തിയെന്നും ജയ് സിയാറാം എന്നും ദിഗ്വിജയ് സിംഗ് എക്സിൽ കുറിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക വദ്ര, നരേന്ദ്രമോദി തുടങ്ങിയവരെയും പോസ്റ്റിൽ ടാഗ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ദിഗ്വിജയ് സിംഗിന്റെ രാജ്യസഭാ കാലാവധി തീരാറായി. ഇനി 2 തവണ രാജ്യസഭാ അംഗമായിരുന്നു. ഇനി ഒരു 3-ാം തവണ അദ്ദേഹത്തിന് കിട്ടില്ല എന്ന് ഉറപ്പുമാണ്. മാത്രമല്ല, നെഹ്റു കുടുംബത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിന് വളരാൻ കഴിയില്ല എന്നൊരു പരോക്ഷ വിമർശനം കൂടി ഈ രീതിയിൽ ദിഗ്വിജയ് സിംഗ് നൽകുന്നുണ്ട്. ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും വാനോളം പുകഴ്ത്തി കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തിയിരിക്കുന്നു. 1990-കളിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൽ.കെ. അദ്വാനിക്കൊപ്പം തറയിലിരിക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്.